ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തല്ല് കിട്ടുന്ന സമയത്ത് രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ചേട്ടന്മാരുടെ അടുത്തേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലുള്ളൊരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ റോ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. മെൻസ് വാർ ഗെയിം മാച്ചിലെ പോൾ ഹേമന്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ്, ഡ്രൂ മെക്കിൻഡർ, ലോഗൻ പോൾ എന്നിവർക്ക് എല്ലാവർക്കും തന്നെ റോമൻ റെയിൻസ്, കോഡി റോഡ്സ്, സിഎം പങ്ക്, ജേവ്സോ, ജിമ്മി യൂസോ എന്നിവരുടെ കയ്യിൽ നിന്നും നല്ല രീതിയിൽ അടി കിട്ടിയപ്പോൾ അവർ ഓടിച്ചെന്നിട്ടുണ്ടായിരുന്നത് ഒരേ ഒരു വ്യക്തിയുടെ അടുത്തേക്കായിരുന്നു. മറ്റാരുമായിരുന്നില്ല, ബ്രോക്ക് ലെസ്നർ. ബ്രോക്കിന്റെ അടുത്തേക്ക് എത്തിയിട്ട് തങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ബ്രോക്കും അവരുടെ ടീമും കൂടി ഒരുമിച്ച് റിങ്ങിലേക്ക് കയറുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. യാ മോനെ, കിഡിലൻ സീനായിരുന്നു. WWE ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് തന്നെയായിരുന്നു അത്. ഒരിക്കലും വിചാരിക്കാത്ത കാര്യമായിരുന്നു ബ്രോക്ക് ലെസ്നർ ടീമാകുമെന്നുള്ളത്. ഡ്രൂ മെക്കിൻഡറും ബ്രോക്ക് ലെസ്നറും ഇങ്ങനെ അടുത്ത് നിൽക്കുമെന്നുള്ളതും അവർ ഒരു ടീമായിട്ട് ഒരുമിച്ച് കയറുമെന്നുള്ളതും എന്തായാലും അത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിലും റോ എപ്പിസോഡിലും എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയണ്ടേ? സർവൈവർ സീരീസിൽ ഇവരിൽ ആര് വിജയിക്കുമെന്നുള്ള എൻ്റെ പ്രഡിക്ഷനും നിങ്ങൾക്കറിയണ്ടേ? ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. സർവൈവർ സീരീസിന്റെ കഥ പറയുന്നതിന് മുൻപേ നിങ്ങളോട് സർവൈവർ സീരീസ് എന്നാണ് നടക്കുന്നത് എന്നുള്ളത് പറയണ്ടേ? ഈ വരുന്ന ഞായറാഴ്ച, അതായത് നവംബർ 30 രാവിലെ 5 മണി മുതലായിരിക്കും നമുക്ക് ഇന്ത്യയിൽ ഈ ഒരു സർവൈവർ സീരീസ് കാണാൻ സാധിക്കുന്നത്. സോണി നെറ്റ്വർക്കിൽ ഒന്നും തന്നെ കിട്ടില്ല. അതുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് വഴി മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇനി അതല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അതുവഴി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഷോ കഴിഞ്ഞതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. കഴിഞ്ഞ റോ എപ്പിസോഡ് വരെ നടന്നിട്ടുള്ള കഥകൾ ഞാൻ ഇതിനു മുൻപേ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ എന്താണ് നടന്നിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ റിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പോൾ ഹേമനും വിഷൻ ടീമും കൂടിയായിരുന്നു. ഹേമൻ വന്നുകൊണ്ട് നിങ്ങളുടെ ഹീറോകളെ എല്ലാവരെയും ഞങ്ങൾ വാർ ഗെയിംസിനകത്ത് ലോക്കാക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ടീമിലെ ഓരോരുത്തരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. എന്നിട്ട് ലോഗൻ പോൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ജേവ്സോയും ജിമ്മി യൂസോയും അവിടേക്ക് ഇന്റർഫിയർ ചെയ്തു വന്നു. അപ്പോൾ തന്നെ പോൾ ഹേമൻ കൗണ്ട് ചെയ്യുകയുണ്ടായി. ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ്, ലോഗൻ പോൾ ഹേമൻ, ഞങ്ങൾ 4 പേരുണ്ട്, നിങ്ങൾ 2 പേർ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഉസോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ സ്മാക്ക് ഡൗണിൽ വെറുതെ ഒന്നും വരില്ലല്ലോ, അതിനൊരു കാരണമുണ്ട്, ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോഡി റോഡ്സിന്റെ മ്യൂസിക് ആയിരുന്നു അവിടെ കേട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ആർത്തുല്ലസിച്ച് കൈയടിച്ച് വരവേറ്റു. പക്ഷെ അവിടേക്ക് ആരും വന്നില്ല. അപ്പോഴാണ് ടൈറ്റൻ ട്രോണിൽ ഒരു ലൈവ് ഫുട്ടേജ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഡ്രൂ മെക്കിൻഡർ ഒരു കാരവന്റെ അകത്തുനിന്നും ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നതിന് ശേഷം കാരവൻ കാണിക്കുമ്പോൾ കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തിട്ടിരിക്കുന്നു. ഉസോസ് 2 പേരും ഓടിച്ചെന്നുകൊണ്ട് കോഡി റോഡ്സിനെ രക്ഷിക്കാൻ പോയി. അപ്പോഴേക്കും ഡ്രൂ മെക്കിൻഡർ അവിടെ നിന്നും നടന്നു പോയിരുന്നു. കോഡി റോഡ്സ് ചോരയിൽ കുളിച്ചിരിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ മെക്കിൻഡർ നമുക്ക് വാർ ഗെയിംസിൽ കാണാമെന്ന് പറഞ്ഞ് ചിരിച്ചു കളിച്ച് അവിടെ നിന്നും പോവുകയുണ്ടായി. ശരിക്കും ഡ്രൂ മെക്കിൻഡറിനെ WWE സ്മാക്ക് ഡൗൺ ബ്രാൻഡിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അറേനയിൽ മാത്രമാണ്, അതായത് അകത്ത് മാത്രമാണ്. അദ്ദേഹത്തിന് പുറത്ത് വന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും, അത് ആർക്കും തന്നെ ബാൻ ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെ ആ ഒരു സ്മാക്ക് ഡൗണിൽ തന്നെ കാർമെലോ ഹൈസ് വേഴ്സസ് ബ്രോൺസൺ റീഡ് തമ്മിലുള്ള ഒരു ടൂർണമെന്റ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോൺ സീനയുടെ എതിരാളി ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ടൈം ഇസ് നൗ ടൂർണമെന്റിന്റെ ഫസ്റ്റ് റൗണ്ട് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ബ്രോൺ ബ്രേക്കറും ലോഗൻ പോളും ഇന്റർഫിയർ ചെയ്ത് വരികയുണ്ടായി. ബ്രോൺ ബ്രേക്കർ കാർമെലോ ഹൈസിന് 1.5 സ്പിയർ കൊടുക്കുമെന്നുള്ള രീതിയിലെത്തി ഓടി വരികയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ജേവ്സോ ഒരു സൂപ്പർ കിക്ക് ചെയ്യുകയുണ്ടായി. ജിമ്മി യൂസോ ലോഗൻ പോളിനെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ റഫറിയുമായിട്ട് സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു പോൾ ഹേമാൻ. കോഡി റോഡ്സ് വരുന്നു. എന്നിട്ട് ബ്രോൺസൺ റീഡിനിട്ട് ഒരു ക്രോസ് റോഡ്സ് ചെയ്തു. ഇത് റഫറി കണ്ടിട്ടില്ല. പിന്നീട് തിരിച്ചു വന്ന റഫറി കൗണ്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ കൗണ്ട് ഔട്ടിലൂടെ വിജയിച്ചിട്ടുണ്ടായിരുന്നത് കാർമെലോ ഹൈസ് ആയിരുന്നു. എന്നിട്ട് കോഡി മൈക്ക് എടുത്തുകൊണ്ട് അനൗൺസ്മെന്റ് ടേബിളിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ചലഞ്ച് ചെയ്തു. ഓരോരുത്തരായിട്ട് വെല്ലുവിളിക്കുകയുണ്ടായി. അതിൽ ബ്രോക്ക് ലെസ്നറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബ്രോക്കെ, നീ ഏറ്റവും അവസാനം തോറ്റിട്ടുള്ളത് ആരായിട്ടാണ് എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ നല്ലത്. അത് ഞാനായിരുന്നു. ഞാനുമായിട്ടാണ് നീ തോറ്റിട്ടുള്ളത്. അതും 1 തവണയല്ല, 2 തവണ നീ തോറ്റിട്ടുണ്ട്. എന്നിട്ട് പോൾ ഹേമാനോടായിട്ട് പറഞ്ഞു, നിന്റെ റെസ്ൽമേനിയ പരസ്യത്തിലുള്ള എല്ലാ ശിങ്കിടികളെയും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തോൽപ്പിച്ചതാണ് എന്നുള്ളത് നീ മറക്കണ്ട എന്ന്. നീ അവരെ വളർത്തിക്കൊണ്ടുവരും, ഞാൻ അവരെ എല്ലാവരെയും തോൽപ്പിക്കും. അങ്ങനെ ആ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡ് അവിടെ അവസാനിച്ചു. പിന്നീട് ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ റോമൻ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരോടും തന്നെ അക്നോളജ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ കോഡി റോഡ്സിന്റെ മ്യൂസിക് അവിടെ വരുന്നു. പിന്നീട് ഇവർ തമ്മിലുള്ള ചെറിയൊരു സംസാരം അവിടെ നടക്കുന്നു. അപ്പോൾ റോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിനക്ക് എന്നെയും ഇഷ്ടമല്ല, പക്ഷേ ഇപ്പോഴുള്ള വാർ ഗെയിംസ് ടീമിന്റെ പകുതിയും എൻ്റെ ഫാമിലിയാണ്, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ പിള്ളേരാണ്, അവർ പണ്ട് എൻ്റെ ബ്ലഡ് ലൈനിൽ ഉണ്ടായിരുന്നവരാണ് എന്നെല്ലാം തന്നെ റോമൻ പറയുകയുണ്ടായി. അപ്പോൾ കോഡി വെൽക്കം ടു മൈ ടീം എന്ന് പറഞ്ഞ് റോമന് കൈ കൊടുത്തു. പക്ഷെ റോമൻ ആ കൈ
തിരിച്ചു കൊടുത്തില്ല. അപ്പോഴായിരുന്നു CM പങ്ക് അവിടെ ഇന്റർഫിയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. പങ്ക് എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അക്നോളജ് അസ് എന്നായിരുന്നു. ഏറ്റവും അവസാനത്തെ വാർ ഗെയിംസിൽ ഞാൻ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിനക്ക് വിജയിക്കാൻ കഴിയില്ലായിരുന്നു, ഞാനാണെന്ന് നിന്നെ രക്ഷിച്ചതെന്ന് പങ്ക് പറഞ്ഞു. അപ്പോൾ റോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീ എന്നെ അന്ന് രക്ഷിച്ചു, പക്ഷെ 4 മാസങ്ങൾക്ക് ശേഷം നീ തന്നെ എന്റെ കരിയർ നശിപ്പിച്ചു. പങ്കിന്റെ മറുപടി നീ അതും മനസ്സിൽ വെച്ച് ഈ ഒരു വാർ ഗെയിംസിൽ എന്നെ പുറകിൽ നിന്നും കുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നീ ആലോചിച്ചോ, നീ നിന്റെ കസിൻസിനെ തന്നെയാണ് ചതിക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് പങ്ക് കോടിയോടായിട്ട് പറയുകയുണ്ടായി, നീ നിന്റെ ടീമാണെന്ന് പറഞ്ഞല്ലോ, ഇത് നിന്റെ ടീമല്ല, ഇത് എന്റെ ടീമാണ്. കാരണം ഈ ഒരു മാച്ച് നടക്കുന്നത് റോ ബ്രാൻഡിൻ്റെതായിട്ടാണ്, ഈ ഒരു റോ ബ്രാൻഡിലെ ചാമ്പ്യനായിട്ട് നിൽക്കുന്നത് CM പങ്ക് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ റോമൻ വന്നുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് തീരുമാനിക്കുക, ആരാണ് ലീഡർ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഇഷ്ടമല്ല, പക്ഷേ നിങ്ങളെക്കാൾ ഏറെ എനിക്ക് ഇഷ്ടമല്ലാത്ത 2 പേരാണ്, ഒന്ന് ഹെയ്മാനും ഒന്ന് വിഷൻ ടീമും. അതും കഴിഞ്ഞുകൊണ്ട് റോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വൺ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ആ ഒരു ചാമ്പ്യൻഷിപ്പ് എന്റെ ഷോൾഡറിൽ കിടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗി. അങ്ങനെ പറഞ്ഞുകൊണ്ട് റോമൻ റെയിൻസ് റിംഗിൽ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ പങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാനാണോ കോടിയാണോ ആരുടെ ചാമ്പ്യൻഷിപ്പാണ് നീ ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ റോമൻ പറഞ്ഞത് നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാമെന്ന്. പിന്നീട് ആ ഒരു റോ എപ്പിസോഡിൽ തന്നെ വാർ ഗെയിംസിലേക്ക് വേണ്ടിയിട്ടുള്ള അഡ്വാൻറ്റേജ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാച്ചിൽ ആരാണോ വിജയിക്കുന്നത് അവർക്ക് ആദ്യം തന്നെ വാർ ഗെയിംസിലേക്ക് രണ്ടാമത്തെ വ്യക്തിയായിട്ട് വരാമെന്നുള്ളതായിരുന്നു കരാറുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ടീമിൽ ഡ്രൂ മെക്കിൻഡറും ലോഗൻ പോളും മറ്റൊരു ടീമിൽ ഉസോസും വരികയുണ്ടായി. ആ മാച്ചിന്റെ ഏറ്റവും അവസാനം ലോഗൻ പോളിനെ നോക്കാൻ വേണ്ടിയിട്ട് ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും കൂടി എത്തി. ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി CM പങ്കും കോഡി റോഡ്സും വരികയുണ്ടായി. ഇവരെല്ലാവരും കൂടി റിംഗ് സൈഡിൽ നിന്നും ഫൈറ്റ് ചെയ്യുന്നത് നോക്കി നിന്നിട്ടുണ്ടായിരുന്ന ജിമ്മി ഉസോ കിട്ടി ലോഗൻ പോൾ അതാ കിടക്കുന്നു ഒരു റോളപ്പിൻ. അങ്ങനെ ലോഗൻ പോൾ ആ ഒരു മാച്ചിൽ വിജയിച്ചു. അപ്പോൾ വില്ലന്മാരുടെ ടീമിനാണ് വാർ ഗെയിംസ് മാച്ചിൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കുക. പിന്നീട് എല്ലാവരും ചേർന്ന് കൂട്ടത്തല്ലായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരുടെയും ചാൻഡുകൾ OTC എന്നുള്ള രീതിയിലേക്ക് മാറുകയുണ്ടായി. റോമൻ റെയിൻസ് വന്നു, സൂപ്പർമാൻ പഞ്ച് കൊടുക്കുകയുണ്ടായി. ബ്രോൺ ബ്രേക്കറിനിട്ട്, ബ്രോൺസൺ റീഡിനിട്ട്, ലോഗൻ പോളിനിട്ട്, ഡ്രൂ മെക്കിൻഡറിനിട്ട് 4 പേർക്കിട്ടും സൂപ്പർമാൻ പഞ്ച്. അങ്ങനെ അവരെല്ലാവരും റിംഗിൽ നിൽക്കുന്ന സമയത്ത് അതാ വരുന്നു ബ്രോക്ക് ലെസ്നർ. ബ്രോക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ടീമിനെ മുഴുവൻ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ഡ്രൂ മെക്കിൻഡർ ഒരു പരാതി പറയാൻ വേണ്ടി പോകുന്ന രീതിയിലായിരുന്നു ബ്രോക്കിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ബ്രോക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാവരുമായിട്ടും ഒരുമിച്ച് ആ റിംഗിലേക്ക് കയറുകയുണ്ടായി. WWE ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ബിഗസ്റ്റ് ടീം തന്നെയായിരുന്നു ബ്രോക്ക് ലെസ്നർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ടീം. ശരിക്കും വില്ലന്മാരുടെ ടീമാണ് എന്നുണ്ടെങ്കിലും എല്ലാവരുടെയും വിചാരം ഈ ഒരു ടീം തന്നെ വിജയിക്കും എന്നുള്ളതാണ്. അത്രത്തോളം പവർഫുൾ ടീമായിട്ട് തന്നെ ഈ ഒരു ബ്രോക്കിന്റെ ടീമിനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ കയറിക്കൊണ്ട് റിംഗിൽ നിന്ന് എല്ലാവരുമായിട്ടും ഫൈറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ആ ഒരു ഷോ അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയൊരു സ്മാക്ക് ഡൗൺ എപ്പിസോഡ് കൂടി ബാക്കിയുണ്ട്. ആ ഒരു സ്മാക്ക് ഡൗൺ കൂടി കഴിഞ്ഞാൽ പിന്നീട് നടക്കാൻ വേണ്ടി പോകുന്നത് സർവൈവർ സീരീസ് 2025 ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് ആര് വിജയിക്കും സർവൈവർ സീരീസ് മെൻസ് വാർ ഗെയിംസ് മാച്ചിൽ? റോമൻ റെയിൻസിന്റെ ടീമും അല്ലെങ്കിൽ കോഡി റോഡ്സിന്റെ ടീമും അല്ലെങ്കിൽ CM പങ്കിന്റെ ടീമും ബ്രോക്കിന്റെ ടീമായിട്ട് മത്സരിക്കുമ്പോൾ ആരായിരിക്കും വിജയിക്കാൻ വേണ്ടി പോകുന്നത്? എന്റെ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്ക് ലെസ്നറിന്റെ ടീം വിജയിക്കുമെന്ന് തന്നെയാണ്. അതിന് ഒന്നാമത്തെ കാരണം ബ്രോക്ക് ലെസ്നർ ആ ഒരു ടീമിൽ ഉള്ളത് തന്നെ. കാരണം ബ്രോക്കിനെ അങ്ങനെ ഇങ്ങനെയൊന്നും WWE തോൽപ്പിക്കില്ല. അതും വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 25 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ബ്രോക്ക് ലെസ്നർ ടീമായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ അത്രയും കാലത്തിന് ശേഷം ബ്രോക്ക് മത്സരിക്കുമ്പോൾ എന്തായാലും ബ്രോക്കിന് ആ ഒരു വിജയം അനിവാര്യമായിരിക്കും. ഏറ്റവും അവസാനം ജോൺസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ബ്രോക്ക് നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു വിജയം കൂടി കൊടുത്ത് ഒരു 1 ലെവലിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ബ്രോക്കിന്റെ ടീം വിജയിക്കാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഒരുപാട് റൂമറുകൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ മെൻസ് വാർ ഗെയിംസ് മാച്ച് റോമൻ റെയിൻസിന്റെ ടീമിലെ ആരെങ്കിലും ഒരാൾ വില്ലനായി തീരാനുള്ള ചാൻസ് കേൾക്കുന്നുണ്ട്. അതൊന്നെങ്കിൽ റോമൻ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ കോഡി റോഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ CM പങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ജെ ഉസോ ആയിരിക്കാം. ഈ 4 പേർക്കും ചാൻസ് ഉണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാൾ വില്ലനായി മാറിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാവരെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ ഒരു വാർ ഗെയിംസിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ആ സമയം നോക്കി വില്ലന്മാരുടെ ടീം ഇവരെ തോൽപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയില്ല, എന്നാലും സ്ട്രോങ് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അങ്ങനെ എങ്ങാനും നടന്നാൽ ഒരു രക്ഷയും ഉണ്ടായിരിക്കില്ല. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് വലിയ സർപ്രൈസും കൂടിയായിരിക്കും അവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ ബ്രോക്കിന്റെ ടീം വിജയിക്കുമെന്ന് തന്നെയാണ്. അതുപോലെ എന്തായാലും സർവൈവർ സീരീസിന്റെ പ്രൊഡിക്ഷൻ ആണല്ലോ നമ്മൾ പറയുന്നത്. ജോൺസിന വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ തമ്മിലുള്ള മാച്ചിന്റെ പ്രൊഡിക്ഷൻ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു മാച്ചിൽ ജോൺസിനെ തോൽക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരെങ്കിലും ഇന്റർഫിയർ ചെയ്ത് വന്നിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എന്നാലും സീനക്ക് തന്നെയായിരിക്കും തോൽവി. കാരണം സീന ആ ഒരു മാച്ചിൽ വിജയിച്ചാൽ തന്റെ ഏറ്റവും അവസാനത്തെ മാച്ച് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിനുള്ള മാച്ച് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സീന എന്തായാലും ആ ഒരു മാച്ചിൽ തോറ്റുകൊണ്ട് സീനക്ക് എതിരാളിയായിട്ട് വരുന്ന വ്യക്തി ആ ഒരു മാച്ചിൽ വിജയിക്കുമെന്ന് തന്നെ നമുക്ക് 100% ഉറപ്പായിരിക്കും. കാരണം ആ ഒരു ചാമ്പ്യൻഷിപ്പ് സീനയുടെ കയ്യിൽ വെച്ച് എന്തായാലും റിലിംഗ്വിഷ് ചെയ്തുകൊണ്ട് സീന പോകാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. സോ സർവൈവർ സീരീസിൽ ജോൺസിനെ തോൽക്കണം, എന്നാൽ മാത്രമേ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ ജോൺസിനക്ക് നല്ലൊരു അൺപ്രഡിക്റ്റബിൾ
അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മത്സരം മത്സരിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ജോൺ സീനയുടെ എതിരാളിയായിട്ട് വരുന്നത് ഞാൻ ഇതിനു മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഗുന്തർ ആയിരിക്കും. പിന്നീട് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒരു വൻ കാര്യം ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. റോമൻ റെയിൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എൻ്റെ ഷോൾഡറിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ഭംഗിയുണ്ടായിരിക്കും എന്നുള്ളത്. അതിൻ്റെ അർത്ഥം റോമൻ റെയിൻസ് അടുത്തതായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കും പോവുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ പോകുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മിക്കവാറും റോയൽ റംബിൾ 2026 വിജയിക്കാൻ വേണ്ടി പോകുന്നത് റോമൻ റെയിൻസ് ആയിരിക്കും. എന്നിട്ട് ഈ രണ്ട് ചാമ്പ്യന്മാരിൽ ആർക്കെതിരെ താൻ മത്സരിക്കുമെന്നുള്ളത് റോമൻ തന്നെ ഡിസൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വൻ സ്റ്റോറി ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ട് WWE നമുക്ക് ടീസ് ചെയ്ത് തന്നിട്ടുള്ള ഒരു സീനായിരുന്നു കഴിഞ്ഞ റോ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് റോമൻ കോഡിക്കെതിരെ പോകുമോ, പങ്കിനെതിരെ പോകുമോ, ആർക്കെതിരെ WrestleMania 42 മത്സരിക്കുമെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരോടും കാത്തിരുന്നോളൂ എന്നുള്ള ഒരു ടീസ് തന്നെയാണ് WWE തന്നിട്ടുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ റോ എപ്പിസോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. WWE നല്ല കിടിലൻ ഷോ ആയിട്ട് മാറുന്നുണ്ട്. അടുത്ത ആഴ്ചയിലെ സ്മാക്ക് ഡൗൺ കാണാൻ വേണ്ടിയിട്ടും അത് കഴിഞ്ഞതിന് ശേഷമുള്ള സർവൈവർ സീരീസ് കാണാൻ വേണ്ടിയിട്ടും ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ആഴ്ച മറ്റേതെങ്കിലും കിടിലൻ സ്റ്റോറിയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.